നമസ്കാരം. ജ്യോതിഷ കേരളം ചാനലിലേക്ക് സ്വാഗതം. 2026 വിഷുഫലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അശ്വതി നക്ഷത്രം മുതൽ പൂയം നക്ഷത്രം വരെ പാർട്ട് 1ലും ആയില്യം മുതൽ അണിരം വരെ പാർട്ട് 2ലും ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് തൃക്കേട്ട മുതൽ രേവതി വരെയുള്ള 10 നാളുകാരുടെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. തൃക്കേട്ട അഷ്ടമ വ്യാഴം ജൂണിൽ നവഭാവത്തിലാവും. പഞ്ചമശനിക്ക് മാറ്റമില്ല. രാഹുവിന് ഡിസംബറിൽ അനുകൂല സഞ്ചാരം വരുന്നതാണ്. ഇന്ദ്രൻ നക്ഷത്ര ദേവതയായി വരുന്ന തൃക്കേട്ട അഥവാ ജ്യേഷ്ഠ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാകുമെന്ന് വിഷുഫലം സൂചിപ്പിക്കുന്നു. പഠന നിലവാരം ഉയരും. കാലഘട്ടത്തിൽ പ്രസക്തമായ കോഴ്സുകൾക്ക് ഉപരിപഠനം സാധ്യമാവുന്നതാണ്. വിദേശ ജീവിതത്തിനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തരമാവുന്നതാണ്. വിവാഹാലോചന പൂർണ്ണതയിലെത്തും. വീട് പണി പൂർത്തിയാകും. സംഘടനകൾ നേതൃത്വ പദവിയിലെത്തുന്നതാണ്. പല നിലയ്ക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വർഷമായിരിക്കും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. മൂലം വിഷുഫലം അനുസരിച്ച് തൊഴിൽ മുന്നേറാനാവും. സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിശ്രമം ഫലവത്താകുന്നതാണ്. പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോംവഴികളിലെത്തും. വസ്തു, ഫ്ലാറ്റ് എന്നിവ വാങ്ങാനാവും. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തും. വിദേശത്ത് പോകാനുണ്ടായിരുന്ന തടസ്സം നീങ്ങുന്നതാണ്. ഗാർഹിക സമാധാനം തെല്ലുകുറയാം. വിവാഹബന്ധത്തിലെ അതൃപ്തി അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കും. ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നതിന് പിഴയെടുക്കേണ്ടതായി വരാം. ജോലിയിൽ വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടും. ആത്മീയ കാര്യങ്ങൾക്കും സമയം മാറ്റിവെക്കും. പൂരാടം വിഷുഫലം പൂരാടം നാളുകാർക്ക് അനുകൂലമാണ്. ഇച്ഛാജ്ഞാനക്രിയകളെ സമന്വയിപ്പിക്കാൻ സാധിക്കും. തൊഴിലിൽ തേടുന്നവർ നിരാശപ്പെടില്ല. സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താനാകും. തൊഴിലിടത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതനം വർദ്ധിക്കും. ചെറുകിട സംരംഭകർക്ക് വിപുലീകരണം സാധ്യമാവുന്നതാണ്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഗുണമുണ്ടാക്കും. അവിവാഹിതർക്ക് ദാമ്പത്യ പ്രവേശനത്തിന് വഴിതെളിയാം. ഹിസ്റ്റർ യാത്രകൾ, വിനോദസഞ്ചാരം മുതലായവയ്ക്ക് സാഹചര്യം ഒത്തുവരുന്നതാണ്. കുടുംബജീവിതം സാധാരണ പോലെ തുടരും. ഗ്രഹം മോടി പിടിപ്പിക്കും. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത വേണം. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഉത്രാടം ധനു മകരം കൂറുകളിലായി വരുന്ന നക്ഷത്രമാണ് ഉത്രാടം. വിഷുഫലം സൂചിപ്പിക്കുന്നത് നല്ല അനുഭവങ്ങൾ വന്നെത്തുന്ന വർഷമാണ് മുന്നിലുള്ളതെന്നാണ്. ഗോചരവശാൽ ഫലം സമ്മിശ്രമായിരിക്കും. അതിനാൽ പരിശ്രമം തുടരുന്ന പക്ഷം വിജയം നേടാനാവും. ആലസ്യവും ഒറ്റ തീരുമാനത്തിലെത്താൻ കഴിയാത്തതും പിറകോട്ടടിച്ചേക്കും. സംഘടനാ രംഗത്ത് സ്വാധീനം നേടുവാനാവും. ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മസിദ്ധി പ്രതീക്ഷിക്കാം. മേലധികാരികൾ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വലിയ മുതൽ മുടക്കുകളിൽ കരുതൽ വേണം. പതിവ് ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. നറുക്കെടുപ്പ്, ചിട്ടി, വായ്പ എന്നിവയിലൂടെ ധനാഗമം വരും. പുതുവാഹനയോഗം സാധ്യതയായി പറയാം. കുടുംബത്തിൽ ഐക്യം പുലരുന്നതാണ്. തെറ്റിദ്ധാരണകൾ നീങ്ങും. തിരുവോണം ശനി ഇഷ്ടഭാവത്തിലാണ്. വ്യാഴം 6ലും 7ലുമായി സഞ്ചരിക്കുന്നു. ഡിസംബറിൽ രാഹു ജന്മരാശി പ്രവേശിക്കും. തിരുവോണം നാളുകാർക്ക് ആശിച്ച കാര്യങ്ങൾ നേടാനാവുന്ന വർഷമാണ്. വിഷുഫലത്തിൽ അന്ത്യഷട്കത്തിൽ തിരുവോണം ഉൾപ്പെടുന്നത് ശുഭമാണ്. നിക്ഷേപങ്ങളിൽ ലാഭം അധികരിക്കും. മുതിർന്നവരുടെ പിന്തുണയുണ്ടാകും. തൊഴിലില്ലാത്തവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നല്ല ജോലി പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് ജോലി മാറ്റം കിട്ടും. കൂട്ടുകച്ചവടം മെച്ചപ്പെടുന്നതാണ്. സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതി കിട്ടും. കലാപ്രവർത്തനം പൂർവാധികം ശക്തമായി തുടരും. ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതാണ്. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. അവിട്ടം നാളുകാർ വിജയിക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരുന്നതാണ്. ലാഘവത്വം ഉപേക്ഷിക്കേണ്ടതുണ്ട്. സുലഭ വസ്തുക്കൾ ദുർലഭങ്ങളാവാം. സുഹൃത്തുക്കളോ ബന്ധുക്കളോ തെറ്റിദ്ധാരണയാൽ ശത്രുപക്ഷം ചേരാനിടയുണ്ട്. ധനാഗമം മന്ദഗതിയിലാവും. അന്യദേശത്ത് പഠനം അല്ലെങ്കിൽ തൊഴിൽ ഫലവത്താകുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ കുറയില്ല. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സൽഫലങ്ങൾ വർദ്ധിക്കും. സമയോചിതമായി പ്രവർത്തിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനുമാവും. ചതയം അപ്രസക്തമായ കാര്യങ്ങൾ പോലും മനക്ലേശമുണ്ടാക്കും. സ്വാഭിപ്രായം പറയുന്നത് കരുതലോടെ വേണം. വേഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം. സ്വന്തമായി പണം മുടക്കി ബിസിനസ് തുടങ്ങുന്നത് വെല്ലുവിളിയാവും. സഹായം കൈപ്പറ്റിയവർ ശത്രുക്കളാവും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടാം. പഠിപ്പിനും തൊഴിലിനുമായി അന്യദേശവാസം ഉണ്ടായേക്കും. ഉറ്റവരുമായി സ്വത്ത് തർക്കങ്ങൾ ഉയരും. കടബാധ്യതയിൽ നിന്നും മോചനം നേടും. കുടുംബജീവിതത്തിൽ അനൈക്യം ആവർത്തിക്കും. ഈശ്വര സമർപ്പണങ്ങളിലൂടെ സമാശ്വാസം കണ്ടെത്തും. പൂരുരുട്ടാതി അധ്വാനം വിലമതിക്കപ്പെടുകയില്ല. ആഗ്രഹങ്ങളിൽ ചിലത് അതിപ്രയത്നത്തിലൂടെ നേടിയെടുക്കാം. ബന്ധുവാണോ ശത്രുവിലും ബന്ധുവില്ലേ തുടങ്ങിയ ആശയക്കുഴപ്പങ്ങൾ ഉയരുന്നതാണ്. രോഗികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ധനവരവ് മോശമാവില്ല. ചെലവ് ചെയ്യുന്നതിൽ മിതത്വം ശീലമാക്കണം. ദാമ്പത്യത്തിൽ സ്വൈര്യം വന്നും പോയുമിരിക്കും. പാർപ്പിടം വാങ്ങാനാവും. കടബാധ്യതകൾ അധികരിക്കാതിരിക്കാൻ കരുതൽ വേണം. ഉത്രട്ടാതി വിഷുഫലം
ഗുണം ചെയ്യും. ഷഡ്കം എന്ന വിഭാഗത്തിൽ വരികയാൽ ന്യായമായ ആഗ്രഹങ്ങൾ നേടാനാവും. പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിച്ചുകൂടായ്കയില്ല. ഭാവനാപരമായ പ്രവർത്തനം, കല, പ്രഭാഷണം, സംവാദം തുടങ്ങിയവയിൽ വിജയിക്കും. ധാർമ്മിക കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാണ്. 7ാം ശനി തുടരുന്നത് പ്രതികൂലത സൃഷ്ടിക്കും. അലസതയുണ്ടാവും. പല കാര്യങ്ങളും സംയോജിതമായി നിർവഹിക്കുന്നതിൽ പിഴവ് വരുന്നതാണ്. സാമ്പത്തിക വിനിയോഗത്തിൽ വീഴ്ചകൾ ഭവിക്കാം. അന്യദേശത്തെ പ്രതിസന്ധികളെ നേരിട്ടേക്കും. ദീർഘകാലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ വിജയിപ്പിക്കാനാവും. രേവതി ജന്മശലിക്കാലമാണ്. രാഹു 12-ലുണ്ട്. സമ്മർദ്ദങ്ങൾ തുടർക്കഥകളാവും. ദിക്കും പക്കും അറിയാതെ വട്ടം ചുറ്റുന്ന സ്ഥിതിയാണ്. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം തുടങ്ങിയവയിൽ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടാവും. എന്നാൽ വിഷുഫലം സൂചിപ്പിക്കുന്നത് സമാശ്വാസകാലം എത്തിയെന്നാണ്. തീരുമാനിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചേക്കും. ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. കരാർ പണികൾ ആദായമാർഗമാക്കാം. മക്കളുടെ പഠനം, ജോലി, പ്രസവം മുതലായവയാൽ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വ്യത്യസ്ത സ്ഥലത്ത് താൽക്കാലികമായി പിരിഞ്ഞു താമസിക്കേണ്ടി വരുന്നതാണ്. വലിയ സ്വപ്നങ്ങളെക്കാൾ ചെറിയ ചുവടുവയ്പ്പുകളാവും ഇപ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക.